എന്നാൽ ആ സ്പെയർ കീ ഇവിടെ വെച്ചോ? ജാനകിയല്ലേ ഇത്? ഇവനേതാണ് ഇവൻ? അടുത്ത വെൻസ്ഡേ പാർട്ടിക്ക് നീ ഉണ്ടോ? കഴിഞ്ഞ തവണ തന്നെ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഓവറായിരുന്നു. അടിച്ചോറാക്കിയ നീ മൊത്തത്തിൽ കുഴപ്പിച്ചു. എന്തായിരുന്നു കുഴപ്പിച്ചത് നീയാ. നീ എന്റെ തന്നെയാ. ഭാഗത്തൊരു ഒന്നും കുഴപ്പം. പറയണ്ട. എന്നാ ഇപ്പൊ തുടങ്ങിയാലോ? സുഖമായിരിക്കുന്നില്ല. ആ ഫോർസിയിൽ ജാനകി അന്വേഷിക്കണ്ടായിരുന്നു. അങ്ങോട്ട് വേഞ്ചല്ലേ? എന്തിനാ? അവിടെ ഫുഡ് എന്തോ ഉണ്ടാക്കാനാന്ന് തോന്നുന്നു. അതിന് സമയമായില്ലല്ലോ. അവർക്ക് വിശക്കുണ്ടാവുന്ന വേഗം ചെന്ന് ചെയ്ത് കൊടുക്ക്. വേഗം ചെല്ലി 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 ചെല്ലേ. കുഴപ്പമില്ല. അയ്യോ, ഇതൊക്കെ ഫിക്സ് ചെയ്ത് വെക്കണ്ടേ? അത് ഈ കസ്റ്റമേഴ്സ് ഒക്കെ വരുന്ന സ്ഥലമല്ലേ? ആരെങ്കിലും വീണ? പക്ഷെ ഇപ്പൊ ഇവിടെ ആരും വീണിട്ടില്ല കേട്ടോ. ഇതെന്താ ചാടുമ്പോ മണി ശബ്ദം? ഓ, ഇതാണോ? ഞാൻ വിചാരിച്ച് വീണിപ്പെല്ലാം തകർന്നു. ഈ ശബ്ദം എനിക്ക് ഇഷ്ടല്ല. കെട്ടിയിരുന്നു. ഇനി ഈ സാധനങ്ങളൊക്കെ എടുത്തൊക്കെ ഞാൻ പ്രത്യേകം പറയണോ? എന്തായി? അവരുണ്ടാക്കിക്കോളാന്ന് പറഞ്ഞു. എന്ത് ഫുഡ്? അല്ല, ഉഷാമയുടെ കുട്ടികളും അവരെത്തിയിട്ടില്ലല്ലോ. അവര് സിനിമയ്ക്ക് പോയതാ, ലേറ്റ് ആവും. പേടിക്കണ്ട, ആ കുട്ടി ഒറ്റയ്ക്കല്ല കേട്ടോ. അതെ, ജോലിക്കാർ ലിഫ്റ്റ് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പല തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെന്താ? കെയർ ടേക്കർ ഇവിടുത്തെ ജോലിക്കാരനാ, ഓണറല്ല. കറക്റ്റായിട്ടൊന്നും പറയാൻ പറ്റില്ല. എന്റെ അധികാര പരിധിയിൽ അനാശാസ്യം ഞാൻ അനുവദിക്കില്ല. എന്താണ് തുറക്കാനത്തെ താമസം? വൃത്തിയായിട്ടവനെ. No! You scoundrel! This is not the place. നിന്റെ കളിക്ക് പറ്റിയ സ്ഥലമുള്ള ഡോർ തുറന്നു. നീ തീർന്നടാ, തീർന്നു. ഇനി ഞാൻ ലിഫ്റ്റ് ഉപയോഗിക്കില്ല. താൻ ഉപയോഗിക്കരുത്. ആകാശവാണി കൊച്ചി നിലയം. ഉഷ മാഡം, കണ്ടതും കേട്ടതും. ഒരു മിനിറ്റ്. അന്യന്റെ സ്വകാര്യതയിലേക്കുള്ള മലയാളിയുടെ ഒളിഞ്ഞു നോട്ടം. ചർച്ച നയിക്കുന്നത് GT നന്ദകുമാർ. സത്യത്തിൽ ഇതിന്റെ അടിസ്ഥാനം അടിച്ചമർത്തപ്പെട്ട സഫലമാകാത്ത തീവ്രമായ ആഗ്രഹങ്ങളുടെ പൂർത്തിയാടലാണ്. എന്താണ് പ്രൊഫസർ രാധാമണിക്ക് പറയാനുള്ളത്? മനുഷ്യ മനസ്സിന്റെ ആകുലതകൾ പലപ്പോഴും പലതാണ്. അന്യരുടെ രഹസ്യങ്ങൾ അറിയാനും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനുള്ള അടങ്ങാത്ത അഭിനിവേശം ഒരു മനോരോഗമാണ്. ചികിത്സ വേണ്ട മനോരോഗം. ചികിത്സിക്കാൻ എനിക്ക് സൗകര്യമില്ല. പാലൊരു 20 കൂടുതൽ വെച്ചു. തൈര് വേണ്ട. ഇല്ല, മെയിൻ്റെനൻസ് ചാർജ് ആണ് 3 മാസത്തെ പെൻഡിങ് ഉള്ളത്. ഞാൻ നോക്കിയിട്ടുള്ളൂ. ശ്രുതി, ഇന്നലത്തെ റിട്ടേൺ അവിടെ ഇരിപ്പുണ്ട്, നീ എടുത്തു കൊടുക്കണേ. സാറേ, ഗുഡ് മോർണിംഗ്. സാറിന്റെ താക്കോല്. ഗുഡ് മോർണിംഗ് സർ. കളക്ടറും എത്തിയല്ലോ. കിഴക്കമ്പലത്തുള്ള മാത്തച്ചേട്ടന് കൃത്യസമയത്ത് വരാൻ പറ്റുമെങ്കിൽ ഈ തൃപ്പൂണിത്തുറയിന്ന് നിനക്ക് എന്താ എത്താൻ പറ്റാത്തത്? പേട്ടയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. പേട്ടയും പാട്ടയും ട്രാഫിക് ഒക്കെ മുന്നിൽ കണ്ടിട്ട് നിനക്ക് ഇത്തിരി നേരത്തെ ഇറങ്ങിക്കൂടെ? ഇത്ര തിരക്ക് പിടിച്ച് അങ്ങോട്ട് ചെന്നിട്ട് പട്ടിയാ പിടിക്കാനും കുളിപ്പിക്കാനും അല്ലേ? വെല്ല പോയാ മതി, കാലത്ത് തന്നെ തുടങ്ങിക്കോളും ഒരു കെയർ ടേക്കർ സാർ. ഞാഞ്ഞോളിനും പത്തിയ. അതെ,
സ്റ്റോക്ക് മുഴുവൻ ചെക്ക് ചെയ്ത് വൈകുന്നേരം ഞാൻ എത്തുമ്പോഴേക്കും എല്ലാ കണക്കും എനിക്ക് തന്നിരിക്കണം. അല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ, ഞാൻ വളരെ കച്ചറയാണ്. ഇവിടെ ഇറക്കി വിട്ടോ? അയ്യോ. നശിപ്പിച്ചോളൂ. ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് മാത്രമേ ഞാൻ ഉഷ മാഡത്തിനോട് പറഞ്ഞുള്ളൂ. ബാക്കിയെല്ലാം പുള്ളിക്കാരത്ത് ഊഹിച്ചതാവാം. ബാക്കി എന്ത്? എന്തൊക്കെയോ ഈ ആണും പെണ്ണും തമ്മിലെ പ്രേമം എന്നുള്ള സംഗതി മാത്രമല്ല, നല്ല ഒന്നാന്തരം ഫ്രണ്ട്ഷിപ്പും കൊണ്ടു നടക്കാൻ പറ്റും. ആണല്ലേ? പിന്നെ ഒരാൺ സുഹൃത്തിനോട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്കൊരു പെൺ സുഹൃത്തിനോട് ഷെയർ ചെയ്യാനായി പറ്റും. എന്തുകൊണ്ടെന്നറിയോ? അവിടെ ഒരു ജെൻഡർ ഈഗോ ഇല്ല. പക്ഷെ അതൊക്കെ മനസ്സിലാവണേല് ലൈഫിൽ അങ്ങനെ ഒരാൾ വേണം. ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനെങ്കിലും ഒരു കൂട്ടുകാരി ഇന്നേ വരെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് മനസ്സിലാവും. നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ പറഞ്ഞല്ല, കുറച്ചുകൂടി ഒന്ന് ബ്രോഡായി ചിന്തിക്കാൻ നോക്ക്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചെറുതായി പോകും. മോശമായിപ്പോയി. കുറച്ച് മോശമായി പോയി. മനസ്സിലായല്ലോ അല്ലേ? നിന്റെ എല്ലാത്തിലും കയറി തലയിടുന്ന വൃത്തിയായിട്ട സ്വഭാവം ഉണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിക്കോണം. ഞാനല്ല തലയിട്ടത്, നിങ്ങളാ. ഞാൻ തലയിടും, എല്ലാത്തിലും തലയിടും. കാരണം ഞാനിവിടുത്തെ കെയർ ടേക്കറാണ്. ഐ ഡോണ്ട് കെയർ. മുരിങ്ങക്കോലെടുത്ത് എന്നെ പഠിപ്പിക്കാൻ നോക്കണ്ട. എന്താ പവിയേട്ടാ? എന്താണ് പവിയേട്ടാ? എന്നെ ഒറ്റ കൊടുത്ത യൂദാസേ, യൂദാസി. വാതിൽ തുറന്നിട്ടിരിക്കുക. ആരെ തട്ടണത്? വാതിലടച്ചിട്ടാരാ? ഏയ്, ആരാ പുറത്തൊന്ന് ലോക്ക് ചെയ്തേ? വാലോർക്ക്. ഹലോ, ആരാ പുറത്തൊന്ന് ലോക്ക് ചെയ്തേന്ന്? വാതിൽ തുറക്കാൻ ബ്രോ. അയ്യോ, റിപ്പറോ, എന്നെ കൊല്ലരുത്. അത് ശരി, ആളെ കൊണ്ടൊന്നിക്കാണ് എന്നെ കൊല്ലിക്കാൻ. ബഹളം വെക്കലടാ. ഇവനെ കൊണ്ട് ആ ലോക്കൊന്ന് മാറ്റിച്ചതാ. ഇതെന്തിനാ ലോക്കൊക്കെ മാറ്റിയത്? ആ, നിന്റെ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. എന്തിന്? ഇന്ന് പുതിയ ആള് വരും. പുതിയ ആളാ? ആന്റണി, ആ ബാത്റൂമിന്റെ കഥ കൂടി ഒന്ന് നോക്കിയേര്. പിന്നെ നീ ജോലിക്ക് പോകുമ്പോ ആ പട്ടിയെ കൂട്ടി കെട്ടിയിട്ടേക്കണം. വേറെ ആളുള്ളതാ. ദാ. അല്ല, ഉള്ളവർക്ക് മുഴുവൻ പോയി. കഴിഞ്ഞ വർഷം പറവൂരില് ഒരു വീടിന്റെ മേളിലെ പുതുതായി താമസിക്കാൻ വന്ന ഒരു യുവാവ് വീട്ടുടമസ്ഥയും ധനികയുമായ വൃദ്ധയെ കല്ലുകൊണ്ട് തലക്കിടിച്ചു, തോർത്തുകൊണ്ട് കഴുത്ത് ഞെരുക്കിയും മുഖം ഭിത്തിയിലിടിച്ചും. മരിച്ചു കിടക്കണ അവർക്ക് പോലും കണ്ടാ മനസ്സിലാവാത്ത വിധത്തില് വികൃതമാക്കി കൊന്നു കളഞ്ഞു. അറിഞ്ഞായിരുന്നോ? 2 മാസം മുൻപ് മൂവാറ്റുപുഴയില് 8 വർഷമായിട്ട് അവിടെ തന്നെ താമസിക്കുന്ന വാടക കൂട്ടിക്കൊടുക്കാത്ത ഒരുത്തൻ വീട്ടുടമസ്ഥയെ ഇതിലും ഭീകരമായിട്ട് കൊന്നു. വായിച്ചാർന്നോ? സഖി കെട്ടട്ടായിരിക്കും. എന്താന്ന്? ഏയ്, ഞാൻ പറയാനുള്ള പറഞ്ഞെന്നുള്ളൂ. വാർദ്ധക്യകാലേ വിപരീത ബുദ്ധി. എന്റെ മുറിയിലിരുന്ന ജനലിലൂടെ തുപ്പരുത്. എന്റെ പാത്രങ്ങൾ തൊട്ടുപോകരുത്. പട്ടി ചന്തിക്ക് കടിക്കും, അതവന്റെ വീക്ക്നെസ് ആണ്. കടി കിട്ടിയിട്ട് പരാതിയും കൊണ്ട് എന്റെ അടുത്ത് വരരുത്. എന്റെ കട്ടിൽ ഉപയോഗിക്കരുത്. എന്റെ സോപ്പിലോ പേസ്റ്റിലോ തൊടരുത്. കുളിമുറി കുളിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾക്കും മാത്രമുള്ളതാണ്. എന്റെ മുറിയിൽ പുകവലി പാടില്ല. പരമാവധി ക്ലോസറ്റിനോട് ചേർന്ന് നിന്നും മൂത്രമൊഴിക്കുക. മൂത്രമൊഴിപ്പിക്കുക, തെറിപ്പിക്കരുത്.
NB, എന്റെ മുറിയിൽ ഒരു കാരണവശാലും കീഴ്ശ്വാസം വിടരുത്. പെട്ടുമോനെ. ഇനി എന്താ ചെയ്യാ ഇതിലും വൃത്തിയേടാക്കാൻ? ഓ, ഒന്ന് സഹകരിക്കടാ. ഇതുപോലെ നീ തന്നെ ചെയ്യ. നീ വരൂല്ലോ ഉണ്ണാൻ നേരത്ത്. ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോ എന്താ ചെയ്യാ? കംപ്ലീറ്റ് വൃത്തിയേടായി. തിന്ന ചോറിന് നന്ദി കാണിക്കാനുള്ള സമയമാണിത്. അവൻ വന്നു കഴിഞ്ഞാ ഓടിച്ചിട്ട് അവന്റെ ചന്തിക്ക് അച്ചാലും മുച്ചാലും കടിച്ചു പറിച്ചേക്കണം. കുണ്ടി മൊത്തി അവൻ ഇവിടുന്ന് ഓടണം. ചിരിച്ചാൽ മാത്രം വരെ ചെയ്യണം. To find love, you have to first look for it. എന്ന് വെച്ചാൽ അതിലേതിലേക്ക് അന്വേഷിച്ച് എനിക്കൊരു പ്രണയം കിട്ടുവോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ അടുത്ത് എന്നിട്ട് കുറച്ച് പ്രണയം തരുവോ എന്ന് ചോദിക്കണമെന്നല്ല. ചിലപ്പോഴൊക്കെ എടാ, നിന്റെ അടുത്ത് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പഞ്ചാര ഓർത്താനും പാട്ടൊക്കെ നിന്റെ റൂമിൽ പോയത് കേട്ടോളന്ന്. ഒരു ഇലക്ട്രീഷ്യൻ നടക്കണു. എന്റെ പവിയേട്ടാ, നിങ്ങൾ ഇതിനകത്ത് ഈ കമ്പോള നിലവാരവും വയലും വീടും കേട്ട് നിങ്ങളുടെ ജീവിതം പാഴാക്കാതെ ഒന്ന് അപ്ഡേറ്റ് ആവാൻ നോക്ക്. എടാ, അപ്ഡേറ്റ് എത്തണ്ടി. ഒരാവശ്യത്തിന് ടെസ്റ്റർ വേണമെങ്കിൽ നീ എന്റെ മെഷീലൊന്നും തപ്പൂലോ. നീ ആദ്യം അപ്ഡേറ്റ് ചെയ്യടാ. എന്നെ പൊന്നി ചേട്ടാ, കറണ്ടുണ്ടോ നോക്കാം. എനിക്ക് ചേട്ടന്റെ ടെസ്റ്റ് ഒന്നും വേണ്ട, എന്റെ ഈ ചെറുപറല് മതി. ഇന്ന് ഇവന്റെ ആരാണ് എന്റെ ഇടയില്? ഹലോ. എന്താ മുണ്ടൂര്? എത്ര കിലോ വേണം? എന്താണ്? ഇടിയും മഴയും പ്രളയവും പേമാരിയും വന്ന് ഈ ലോകം അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോഴോ ഒരു ഫോൺ. ഹലോ. ഈ മുണ്ടൂരുമേ, ഇവിടെ ഇടിയും മഴയൊന്നും ഇല്ലാട്ടോ. ഞാൻ വേറെ ആളായിട്ട് വേറൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദേഷ്യത്തിൽ അറിയാണ്ട് പറഞ്ഞു പോയതാ. ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വിളിച്ച് പറയാട്ടാ. ഓ, മുണ്ടൂര്. മനുഷ്യന്റെ സ്വസ്ഥത കളയാനായിട്ട് ഏതലവലാതെയാണ് അവിടെ കയറി താമസിക്കുന്നത്. എന്താടാ വന്നോടാ? നിന്റെ വായിൽ ചോരയൊന്നും കാണുന്നില്ലല്ലോ. ഇതെന്റെ ബ്രഷും എന്റെ സോപ്പുമാണ്. തൊട്ടു പോകരുത്. എന്റെ കുറിപ്പിന് മറുക്കുറിപ്പോ? നിന്റെ ബ്രഷ് എടുത്ത പല്ലിയേക്കും. അയ്യേ, എന്നാ ക്ലോസറ്റ് കഴിക്കാലോ. അല്ലെങ്കിൽ വേണ്ട, ചെരുപ്പ് കഴിക്കാലോ. എന്റെ നിലവാരം ഇതിന് അനുവദിക്കുന്നില്ലല്ലോ. നിന്റെ സോപ്പേ കാണിച്ചു തരടാ. എന്റെ ചെട്ടി മാത്രമല്ലടാ, ഈ നാട്ടുകാരുടെ മുഴുവൻ ചെട്ടി സോപ്പുണ്ട് ഞാൻ കഴിക്കും. അലക്ക ചെട്ടിയൊക്കെ ഞാൻ വീണ്ടും അലക്കൂടാ. ജെട്ടിത്തോരണം. ഉപയോഗിക്കാത്ത കട്ടിൽ താങ്കളുടേതാണ്. അതിനടിയിലെ പൊടിയും വൃത്തിയാക്കി എടുക്കുക. എനിക്ക് ശ്വാസമുട്ടലുള്ളതാണ്. ഒന്നുമില്ലടാ ബ്രോ, ഒന്നുമില്ലതേ. ഉറക്കത്തിലൊന്ന് താഴെ വീണതാ. നീ പോകരുതോ. എന്റെ ചന്തിക്കൊന്നും പറ്റിയിട്ടടാ. നീ പോട്ടെ, അവന്റെ ചന്തി അടിച്ചു.
എനിക്ക് പൊടി അടിച്ചു വരാൻ സൗകര്യമില്ല. തുമ്മിച്ചാവട. ഹായ്, പുതിയ ആളാണോ? എന്റെ പേര് മോളമ്മ. എനിക്ക് വല്ല കത്തും ഉണ്ടോ? നോക്കിയിട്ട് പറയാട്ടോ. എനിക്ക് ആഹാരം അയക്കാനുള്ള കത്തൊക്കെ. മോളുടെ പേരെന്തുവാ? ജീന. അതെ, ഇവിടെ തന്നാ മതി, ഞാൻ കൊടുത്തോളാം. മനസ്സിലായില്ല. കുറച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ തന്നാ മതി, ഞാൻ കൊടുത്തോളാം. അയ്യോ സോറി ചേട്ടാ, അത് ശരിയാവില്ല. അതെ, കേട്ടേക്കർ അങ്ങനെ പറഞ്ഞേക്കുന്നത്. അതിന് എന്റെ ജോലി കെയർടേക്കർ അല്ലല്ലോ തീരുമാനിക്കുന്നത്. ഞാനിതിവിടെ തന്ന ചേട്ടാ കൊടുക്കുന്നു, എനിക്കെന്താ ഉറപ്പ്? നിങ്ങളെങ്ങാനത് എടുത്താലോ? ഞാൻ 10-15 കൊല്ലമായിട്ട് ഇവിടെ. പിന്നെ എന്റെ ജോലി തടസ്സപ്പെടുത്തിയാ ഞാൻ പരാതി കൊടുക്കും. എന്റെ പൊண்ணു കൊച്ചേ, ഞാനായിട്ട് ഒരു തടസ്സപ്പെടുത്തില്ല. കൊച്ചു കൊണ്ട് കൊടുത്തു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അത് ഞാൻ ചെയ്യില്ല. വേണം പുറത്തുനിന്ന് ആലോചിച്ച് ചോദിക്കാം. ഞാൻ അവിടെ കേറിയിട്ട് വരാന്ന്. നീ എവിടെങ്കിലും പോയി കയറാ. എന്ത് പറഞ്ഞാലും ചൂടാവുന്ന മനുഷ്യൻ. നിങ്ങളെന്താ വടി ഒഴിഞ്ഞ പോലെ? അല്ല, പോസ്റ്റ്മാൻ പെണ്ണ് അങ്ങോട്ട് കയറി പോയി. പോസ്റ്റ്മാൻ പെണ്ണോ? ആ, അങ്ങോട്ട് പോയി. അങ്ങനെ പോകാൻ പാടില്ലെന്ന് അവരോട് പറഞ്ഞില്ലേ? അയ്യോ, അവിടെ പണി തടസ്സപ്പെടുത്തിയാ പരാതി കൊടുക്കുന്നു. അങ്ങനെ പറഞ്ഞോ? അത് ശരി. എന്നാ പിന്നെ അത് കണ്ടക്ടർ. അതെ, അവള് പരാതി കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ സാർ, എന്താണ് സാർ? താനാണോ പവിത്രൻ? പവിത്രൻ ഞാനാണ് സാർ. ഒന്ന് സ്റ്റേഷൻ വരെ പറഞ്ഞല്ലോ. ഇപ്പോഴോ? ഞാനിവിടെ ഡ്യൂട്ടിയിലാണ് സാർ. ഞങ്ങളും ഡ്യൂട്ടിയില്ല, താൻ കയറ്. അല്ല, ഇവൻ ഇത് എന്ത് ചെയ്തിട്ടാ? നീയാണോ ക്ലൗണിലെ കെയർടേക്കർ? കെയർടേക്കർ മാത്രമല്ല, അവിടുത്തെ നൈറ്റ് ഡ്യൂട്ടി സെക്യൂരിറ്റിയും കൂടി. അതിനാ നിനക്ക് വീടും കൂടിയൊന്നുമില്ലേ? അല്ല സാറേ, അത് അസോസിയേഷന്റെ തീരുമാനം. പിന്നെ എനിക്ക് മുന്നേ നിന്ന് സെക്യൂരിറ്റി അവന് ചെറുപ്പത്തിൽ. നിന്റെ പെർഫോമൻസ് ആണ് നല്ല വിളിപ്പിച്ചത്. ഇവന്മാരോട്ട് നിനക്ക് എന്താ ഇടപാട്? എനിക്ക് ഇവര് തമ്മിൽ ഇടപാടൊന്നുമില്ല. എന്നിട്ട് ഇവന്മാർ അങ്ങനെയല്ലോ പറഞ്ഞ അല്ലടാ? ഏയ്, ഞാനിവരെ അവിടെ വന്നിട്ട് പോണു. അവിടെ 7C എവിടെ താമസിക്കുന്നത്? അവിടെ ജെറി സെബാസ്റ്റ്യൻ. അവനെന്താ പരിപാടി? മൂന്നാറില് പ്ലാന്റേഷൻ ആണോ? എന്ത് പ്ലാന്റേഷൻ? അതെനിക്ക് അറിഞ്ഞൂടാ. അവനാളെങ്ങനെ? എനിക്ക് പേഴ്സണൽ കാര്യങ്ങളൊന്നും അറിയില്ല. അവനെ നിനക്ക് കണ്ടറിയാവോ? അറിയാം. അവനെ വിളിച്ചേ. സാറേ, എനിക്ക് ഫോട്ടോയിൽ കണ്ടാലേ അറിയുള്ളൂ. എന്നാ നിനക്ക് നേരിട്ട് കണ്ടാ അറിയത്തില്ലേ? നേരിട്ടും അറിയും. ഇവൻ തന്നെയാണോ? ഇത് തന്നെയാണ് സാർ. നീ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്ന അവന്മാരെ അറിയാമല്ലേ? താൻ പോയിക്കോ, ഞാൻ വിളിപ്പിക്കാം. അവന്റെ ഒരു ഏലക്കാട്. എന്താ സാറേ പ്രശ്നം? കഞ്ചാവ്. എടാ ബ്രോ, എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയടാ. തിരിച്ചറിയൽ പരേഡിന്. നമ്മുടെ ആ 7C ഫ്ലാറ്റിലെ ജെറി ഇല്ലേ, അവൻ പ്ലാന്റർ ഒന്നല്ലടാ, ഭയങ്കര ഉടായ്പ്. എങ്ങനെയാണ് ഇക്കാലത്തെ ആൾക്കാരൊക്കെ വിശ്വസിക്കുക? ഇപ്പൊ ഇവിടെ ഒരുത്തം വന്നിട്ടല്ല, അവൻ്റെ ഒന്നും വാങ്ങിച്ച് കഴിച്ചേക്കല്ലേട്ടാ. ഇതാ ബെസ്റ്റ്. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ വെള്ളം കുടിച്ചോ. അല്ല സഹോദര, ഈ മുഖം ഒന്ന് കഴുകാൻ സമ്മതിക്കുമോ? മതിടാ, നീ അങ്ങോട്ട് പോയേ. ഇനി ഇവിടെ താമസിക്കുന്നവൻ എന്തൊക്കെ ഏർപ്പാടുണ്ടെന്ന് ആർക്കറിയാം? ഈശ്വര. എന്താടാ? സൂക്ഷിച്ചു നോക്കൂ പോലീസുകാരിയല്ലേ, കണ്ടുപിടിക്കല്ലേ. മുടി നിങ്ങളുടെ ഈ ചപ്പറിച്ച നരച്ച മുടിയൊന്നുമല്ല, ഒരു ചെറുപ്പക്കാരിയുടെ മുടിയാണിത്. കാശിനോടുള്ള ആർത്തി മാത്രം മനസ്സിൽ കൊണ്ടു നടക്കണം. നിങ്ങൾ അറിയാതെ കാമാർത്തനായ അവൻ അവിടെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു. ഇനി ഒരു നിമിഷം അവനോട് ജീവിക്കാൻ പാടില്ല. ഇത്രയും വൃത്തികെട്ടവന്റെ കൂടെ ഞാനിവിടെ ജീവിക്കുന്ന പ്രശ്നമല്ല. വേണ്ട, നീ പൊയ്ക്കോ. അയ്യേ, ഇങ്ങനൊരു സ്ത്രീയാ നിങ്ങൾക്കൂല അമ്മയമ്മമാരൊക്കെ? ഞാൻ ഇവിടെ വന്നിട്ട് ഇന്ന് വരെ ഒരു സ്ത്രീയുടെ മൗത്ത് പോലും നോക്കിയിട്ടില്ല. അതെന്താ? അപ്പൊ ഞാൻ സ്ത്രീയല്ലേ? അങ്ങനത്തെ സ്ത്രീയല്ല, യങ്. അത് ശരി. അപ്പൊ ഇത് രണ്ടുപേരുടെ ഒത്തൊട്ടുള്ള പരിപാടിയാണല്ലേ? എന്ത്? അവൻ ഈ എന്റെ മുറിയിലിട്ട് മുടി ചിക്കി പറിച്ചതും രാത്രി എന്റെ കട്ടിലേക്ക് ഞാനെടുത്ത് ഞാനിങ്ങനെ ഇവിടെ വന്നു. ഓഹോ, ഈ ഡോറൊന്ന് ലോക്ക് ചെയ്തിട്ടൂടെ? നിനക്കിപ്പോ എന്താ വേണ്ടേ? മുടി അല്ല, സമാധാനം വേണം. അവനിവിടുന്ന് ഇന്ന് തന്നെ ഇറക്കി വിടണം. പറ്റത്തില്ല. എന്താ പറ്റാത്തെ? പെണ്ണുങ്ങളാവുമ്പോ മുടി കാണും, അത് പൊഴിയും. പൊഴിഞ്ഞോട്ടെ, പക്ഷെ അത് എന്റെ മുറിയിൽ വന്ന് എന്റെ കട്ടിലിൽ പൊഴിക്കണ്ട. ഇനി വേറെ എന്തൊക്കെ സംഗതികൾ ഉണ്ടായിട്ടെന്ന് ആർക്കറിയാം. കൊറേ സംഗതികളുണ്ട്. അവളുടെ കൊറേ സംഗതികൾ ആ മുറിയിലുണ്ട്. ആരുടെ?
ആ മുറിയിൽ താമസിക്കുന്ന അവളുടെ തന്നെ. അവളാ? അവിടെ താമസിക്കുന്നത് ഒരു പെണ്ണാ. എന്താ? എന്നാലും എന്ത് ചതിയ ചടത്തി എന്നോട് ചെയ്തത്? നിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? കള്ളു കുടിക്കാൻ പാടില്ല, സിഗരറ്റ് വലിക്കാൻ പാടില്ല, മുറുക്കി തുപ്പാൻ പാടില്ല. ഇതൊന്നും ഇല്ലല്ലോ, പിന്നെന്താ? അല്ല, നാട്ടുകാരറിഞ്ഞ എന്താ വിചാരിക്കുക? എന്തറിഞ്ഞ? രാത്രി എൻ്റെ കൂടെ ഒരു പെണ്ണെന്നൊക്കെ പറഞ്ഞ. രാത്രിയിലോ? ആരുടെ കൂടെ? വൈകിട്ട് 6 മണി, കാലത്ത് 7 മണി. അതിനിടയിൽ ഇവിടെങ്ങാനും വന്നാ മുട്ടുകാല് തല്ലി ഓടിക്കും ഞാൻ. എന്നാലും എന്റെ സ്വകാര്യതയ്ക്ക് വേറെ ആൾ എത്തി നോക്കും. ഒരു സ്വകാര്യത ഇവിടെ നടക്കത്തില്ല. 6 മണിക്ക് ശേഷം ഈ പരിസരത്ത് നിന്നെ കണ്ട SI മറിയാമ്മ ആരാന്ന് നീ അറിയും. പെട്ടിയും പട്ടിയും റോഡിൽ കിടക്കും. ഡെപ്പോസിറ്റ് പോലും തരികയില്ല, പറഞ്ഞേക്കാം. ഇനി എന്ത് ഡെപ്പോസിറ്റ്? മാനം മുഴുവൻ പോയില്ലേ? നിങ്ങളൊരു പുരുഷനാണെന്ന ധാരണയിലാണ് ഞാൻ അത്രയും പരുഷമായി പെരുമാറിയത്. ക്ഷമിക്കണം. ഞാൻ പവിത്രൻ, കുഴപ്പക്കാരനൊന്നല്ല കേട്ടോ. ഒരു പഴയ NRI. ഇപ്പൊ ഇവിടെ വലിയൊരു ആഡംബര ഫ്ലാറ്റിന്റെ സെക്യൂരിറ്റി ഓഫീസറാ. എന്നാലും നിനക്കൊരു സെക്യൂരിറ്റി ഓഫീസർക്ക് എന്താ ഈ വീട്ടിലെ കാര്യം? ആ വലിയ ആഡംബര ഫ്ലാറ്റിൽ തന്നെ അങ്ങ് താമസിച്ചാ പോരെ? അവിടെ പെറ്റ്സ് അലൗഡ് അല്ല. 5-6 വർഷമായിട്ട് എനിക്ക് ആകെയുള്ളൊരു കൂട്ടാ. ഇവൻ ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ അല്ലേ? ബ്രോ എന്നാണ് അവന്റെ പേര്. തൽക്കാലം ബുദ്ധിമുട്ടൊന്നുമില്ല. ഇഷ്ടായി. നല്ല സ്ഥലം, നല്ല മുറി. ബ്രോയും നല്ലതാണ്. ഞങ്ങളിപ്പോ നല്ല കൂട്ടായി. എന്താ ഇവിടെ? ക്ലാസ് ഉണ്ടായിരുന്നേ. ഓ, ഫ്ലാറ്റിലേക്കാണോ? ഓ, എന്നാ ഞാനും വരാം. അല്ല, ഞാൻ നടന്നാ പോണേ. സ്കൂട്ടറിലോ? വിട്ടോ. ഫ്ലാറ്റ് എത്തി. നീ നടന്നു നോക്കോട്ടെ. അപ്പൊ വരുന്നില്ല? അല്ല, ടയർ പഞ്ചറായി. കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, പഞ്ചറായാലോ? ഞാൻ ഒട്ടിച്ചിട്ട് വരാം. അയ്യോ, പെണ്ണ കൊണ്ട് പോയേനെ. നീ എനിക്കെതിരെ സാക്ഷി പറയുന്നോടാ? നിന്റെ മൊഴി കാരണമാണ് ഞാൻ തൂങ്ങിയ. ഈ ജീപ്പ് നെഞ്ചത്തോടെ ഞാൻ കയറ്റി ഇറക്കും. കേട്ടോടാ? കണ്ട കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല സാറേ, അതിന്റെ ഡ്യൂട്ടിയാ. എന്ത് ഡ്യൂട്ടി? വാട്ട് ഫ്രീക്കിംഗ് ഡ്യൂട്ടി? ആ ഗേറ്റിന് കാവലിക്കുന്നല്ലേ നിന്റെ ഡ്യൂട്ടി. അതിന് വന്നവരെ അത് മാത്രം ചെയ്താൽ മതി. അല്ലാതെ കാശുള്ളവരുടെ കൈ കയറി കുത്തേണ്ട ആവശ്യമില്ല. മനസ്സിലായോടാ? അല്ലെങ്കിലും കാശുള്ളവന്മാരെ കാണുമ്പോഴേ ഇവനൊക്കെ ഒരു ക്രിമികടിയുള്ളതാ. പിന്നെ നിന്റെ ഈ ഡബിൾ ഡ്യൂട്ടി ഉണ്ടല്ലോ, അത് നീ ഇന്നത്തോടെ അങ്ങ് നിർത്തിയേക്ക്. കാശിന് അത്ര ആവശ്യമുണ്ടെങ്കിൽ വേറെ വല്ല പണിക്കും പോടാ. എടാ പവി, നീ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? പിന്നെ അതെ, ആ പരട്ട പറഞ്ഞൊന്നും നീ കാര്യമാക്കണ്ട. മനസാക്ഷി ഇല്ലാത്ത ജാതികളാ.
പോരാത്തന് കാശിന്റെ നിങ്ങളിപ്പോ നമുക്ക് വേണമെങ്കിൽ പോലീസിനൊരു പരാതി കൊടുത്താലോ? ഏയ്, ഈ ജീവിതത്തിന് വലിയൊരു കുഴപ്പമുണ്ടേട്ടാ. തോൽക്കുന്നത് നമ്മൾ അറിയത്തില്ല, അറിഞ്ഞാലും സമ്മതിക്കത്തില്ല, വാശിക്ക് അങ്ങോട്ട് തോറ്റോണ്ടേയിരിക്കും. പക്ഷെ ചിലപ്പോ അത് മനസ്സിലാവും. അപ്പൊ സങ്കടം വരും, നിരാശ തോന്നും, പിന്നെ ശ്വാസം ഒന്ന് വലിച്ചുവിട്ട് നമ്മൾ അങ്ങോട്ട് നോർമലാവും. പക്ഷെ വേറൊരുത്തൻ അതൊക്കെ തോണ്ടി പുറത്തിടുമ്പോട്ടല്ലോ നമ്മുടെ നെഞ്ചങ്ങോട്ട് പറഞ്ഞ പോലെ തോന്നും. ഓർമ്മ വെച്ച കാലം തുടങ്ങിയിട്ടുള്ള ഓട്ട ഇതുവരെ നിന്നിട്ടില്ല, എന്നാലോ ദൂരൊട്ടും കുറഞ്ഞിട്ടില്ല. എല്ലാം ശരിയാകൂടാ. മനുഷ്യന്മാരെ പറ്റിക്കണ പറച്ചിലാണ് ഏട്ടാ അത്. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? എന്നെ പിശുക്കാന്നും പറഞ്ഞ് നിങ്ങൾക്ക് എന്നെ കളിയാക്കാറില്ലേ? പേടിച്ചിട്ടേട്ടാ. ഒറ്റയ്ക്കായി പോണേൻ്റെ ഒരു വെപ്രാളം. എന്തെങ്കിലും വന്ന് കിടന്നു പോയാ പിന്നെ ഇതാ ഞാൻ നിന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, ഒരു കൂട്ട് വേണമെന്ന്. മനസ്സിലായോ? കാര്യം എനിക്കിവിടെ കടവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ പണിയാണേ അടിമ പണിയുവാ. എന്നാലും എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഞാൻ രാജാവാടാ.